രാധികയും വരുണും സുഖമായിട്ട് ജീവിക്കുന്ന ആലോചിക്കുമ്പോ ഉറങ്ങാൻ കിടന്നിട്ട് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. കണിമംഗലത്ത് ചെന്ന് കേറാനും പറ്റുന്നില്ല. ചൂരലിന് പകരം അവര് ചിലപ്പോഴേ വെട്ടുകത്തി എടുക്കും. എന്റെ കൊച്ചുമോൻ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വെട്ടിക്കൊല്ലാനും മടിക്കില്ല അവര്. ആ വൃത്തികെട്ടവള് തല്ലിയതിന്റെ വേദന ഇതുവരെ എന്റെ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല. നമ്മൾ നാട് വിടേണ്ടി വരുമോ മുത്തശ്ശി? ഇവിടെയും രക്ഷയില്ല, സഹായിക്കാനും ആരുമില്ല. എന്തായാലും തോറ്റോടുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അതിനൊന്നും ആയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും ഇത്രയും കാലം ഇത്രയും ശക്തിയുള്ളവരെ ഇട്ട് നമ്മൾ വട്ടം കറക്കിയില്ലേ? എടി, മനസ്സൊന്ന് അടങ്ങുമ്പോ ഒരു മാർഗം നമ്മുടെ മുമ്പിലേക്ക് വരും. ഈ കിട്ടിയതിനൊക്കെ അപ്പം നമുക്ക് തിരിച്ചു കൊടുക്കണം. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. എടി, നീ കേട്ടിട്ടുണ്ടോ മോളെ, പ്രതീക്ഷകൾ അറ്റുപോകുന്നിടത്ത് പ്രതീക്ഷിക്കുന്നവരാ ജയിക്കാൻ പോന്നേ. ഞാൻ അങ്ങനെയാ. ചുറ്റുമുള്ള വാതിലുകൾ അടഞ്ഞു കഴിയുമ്പോ അത് ചവിട്ടി തുറക്കാനേ ആരെങ്കിലും ഒരാൾ വരുമെന്നുള്ള പ്രതീക്ഷ. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്.